നീ എന്നോട് അധികം വകുപ്പ് ഞാൻ പറയണ്ട കേട്ടാ. എപ്പോഴും നിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ലേ എനിക്ക് വിഷയമുള്ളൂ. നീ ഇപ്പൊ ഈ പണിയെടുക്കുന്ന വലിയ കാര്യം വീട്ടിൽ ജോലി എല്ലാ പെണ്ണുങ്ങളും നീ മാത്രം ചെയ്യുന്ന കാര്യമല്ല. വീട്ടിൽ നോക്കുന്ന എല്ലാ കാര്യവും നീ തന്നെ ചെയ്യേണ്ടത്. പിന്നെ ഞാനാ ചെയ്യേണ്ടത്. അടുക്കള കേൾക്കുന്നത് നീ എപ്പോ പറഞ്ഞു നിനക്ക് ഇങ്ങനെ ആവൂല വെച്ചി. നീ ഒത്തു പോകാനാവൂല. നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. നീ പോടി. നിനക്ക് എപ്പോഴും നിന്നെ പോലത്തെ പെൺകുട്ടികൾ ഇതാന്ന് എന്തെങ്കിലും വേറെ വിട്ടങ്ങ് പോകും. ആടെ ആളുണ്ടെന്ന് ചിന്തി. അത് ആടെ എത്തി നോക്കണം. എന്നാ എനിക്ക് തിരിക്കും കേട്ടാ. എന്നാ പോടി പോടി. നീ ആലോചിച്ചിട്ട് പോട് കേട്ടാ. നീ ആലോചിച്ചിട്ട് പോട്. പോയിക്കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരുത്തുണ്ടാവൂല. പോയിക്കഴിഞ്ഞാ നീ ഇങ്ങോട്ട് വരുത്തുണ്ടാവൂല. പോണ്ടന്ന് മുളച്ചെടുത്തു. അമ്മ മുള വിളിക്കും. ഇങ്ങോട്ട് പോകും. കാര്യല്ലേ അച്ഛനില്ലേ? അച്ഛന്റെ മോക്ക് അച്ഛനും കേട്ടാ. കാര്യമില്ല ബാബേ. കാര്യല്ലപ്പ. അച്ഛൻ എത്ര പറഞ്ഞു മോള് കേട്ടല്ലേ? പോകാന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അച്ഛൻ എത്ര ഓളാ താവുക? ഭൂമിയോടാ അമ്മേന്റെ മുമ്പിൽ അച്ഛൻ താങ്ങും. ഈ അച്ഛൻ ആവൂല ബാബേ. എന്റെ മോള് കാര്യണ്ട. അച്ഛനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ എന്റെ മോളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഓള് തിരിച്ചു വരും കേട്ടോ. വിശക്കുന്നുണ്ടോ മോക്ക്? നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. പോണ വീട്ടിൽ മാറ്റി കാണാൻ കൊത്തി പോയാ. എന്റെ മോള് വന്നോ? നീ അവിടെ കേട്ടാ. പിന്നെ എന്തിനാ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയേ? കാര്യം അറിഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോ തിരിച്ചിങ്ങോട്ട് കയറി വരേണ്ടതാന്ന് ചിന്ത വേണം കേട്ടാ. ദേഷ്യം പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ കുട്ടികളുടെ കാര്യം കൂടി കേട്ടാ. എനിക്ക് മാത്രമല്ല പലർക്കും ഇല്ല. ദേഷ്യം വരുമ്പോൾ സ്വന്തം വീടിൻ്റെ അഹങ്കാരമുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ടാളുടെ ഇടയിൽ കുട്ടികളുണ്ട്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കേട്ടോ.